ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ കാഥോഡിക് പ്രൊട്ടക്ഷൻ ആണ്. വാട്ട് ഇസ് കാഥോഡിക് പ്രൊട്ടക്ഷൻ? ഇറ്റ്സ് എ മെത്തേഡ് ഓഫ് പ്രിവെന്റിംഗ് എ മെറ്റാലിക് ഒബ്ജക്ട് ഫ്രം കൊറോഷൻ. കൊറോഷൻ എന്താണെന്ന് നമുക്കറിയാം അല്ലേ? മെറ്റൽസ് അറ്റ്മോസ്ഫിയറിക് ഗ്യാസസ് മോയ്സ്ചർ ഒക്കെ ആയിട്ട് കോൺടാക്റ്റിൽ വരുമ്പോൾ ഈ മെറ്റൽ സർഫസിന് ഉണ്ടാകുന്ന ഒരു സ്ലോ ഡിസ്ട്രക്ഷൻ ആണ് കൊറോഷൻ. ഇരുമ്പ് തുരുമ്പിക്കുന്നൊക്കെ അതിന് എക്സാമ്പിൾ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ കൊറോഷൻ വഴി നമ്മുടെ മെറ്റലൊക്കെ ഡിസ്ട്രക്ട് ചെയ്ത് പോവുക ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ ഡിസ്ട്രക്ഷനിൽ നിന്ന് അല്ലെങ്കിൽ കൊറോഷനിൽ നിന്ന് മെറ്റൽസിനെ തടയാൻ വേണ്ട മെത്തേഡ് ഓഫ് പ്രിവെന്റിംഗ് corrosion ആണ് നമ്മുടെ cathodic protection. So it's an electrochemical process in which metal which is to be protected is forced to act as cathode. Metal surface buried or immersed can contain anodic or cathodic areas. അപ്പോൾ നമ്മൾ നമുക്കറിയാം നമ്മുടെ കൊറോഷൻ സംഭവിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ കൊറോഡിങ് മെറ്റൽ ആനോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ ആനോഡിൽ ഇലക്ട്രോൺസ് ഉണ്ടാവുന്നുണ്ട്. ഇലക്ട്രോൺസ് കാഥോഡിലേക്ക് മൂവ് ചെയ്യുന്നു. കാഥോഡായിട്ട് പ്രവർത്തിക്കുന്നത് നമ്മുടെ അറ്റ്മോസ്ഫിയർ ആണെന്ന് നമുക്കറിയാം. എന്നിട്ട് ഈ നമ്മുടെ ആനോഡിലാണ് ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ സംഭവിക്കുന്നത്. അല്ലെങ്കിൽ കാഥോഡിക് സർഫസിന്റെ തൊട്ടടുത്തുള്ള ആനോഡിലാണ് ഡിസ്ട്രക്ഷൻ ഓഫ് മെറ്റൽ അല്ലെങ്കിൽ കൊറോഷൻ സംഭവിക്കുന്നത് നമുക്കറിയാം. അപ്പോൾ മെറ്റൽ ആനോഡായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ മെറ്റല് കൊറോഷൻ സംഭവിക്കുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ നമ്മുടെ മെറ്റലിനെ കാഥോഡായിട്ട് ഫോഴ്സ്ഫുള്ളി നമ്മൾ മെറ്റലിനെ കാഥോഡാക്കി മാറ്റും. അപ്പോൾ നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റൽ കാഥോഡാണ് ആവുന്നതെങ്കിൽ പിന്നെ നമ്മുടെ മെറ്റലിന് കൊറോഷൻ സംഭവിക്കുമോ? സംഭവിക്കില്ല. അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റലിനെ ഫോഴ്സ്ഡ് ടു ആക്ട് ആസ് കാഥോഡ്, കാഥോഡ് ആവാൻ വേണ്ടി നമ്മൾ ഫോഴ്സ് ചെയ്തതിനെ കാഥോഡ് ആക്കി മാറ്റുന്ന ആ ഒരു പ്രോസസ്സാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം കൊറോഷൻ ഒക്കേഴ്സ് ഓൺലി ഇൻ ആനോഡിക് ഏരിയ. ദെയർഫോർ എൻറ്റയർ സർഫസ് ഓഫ് മെറ്റൽ ക്യാൻ ബി ടേൺഡ് ഇൻടു കാഥോഡ്, ദെൻ കൊറോഷൻ ക്യാൻ ബി പ്രിവെന്റഡ്. അപ്പോൾ രണ്ട് മെത്തേഡ് ഉണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷന്. ഒന്ന് സാക്രിഫിഷ്യൽ ആനോഡ് പ്രൊട്ടക്ഷൻ, സെക്കൻഡ് ഈസ് ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻ. സോ എന്താണ് സാക്രിഫിഷ്യൽ ആനോഡ് പ്രൊട്ടക്ഷൻ? ഈ മെത്തേഡിൽ മെറ്റാലിക് സ്ട്രക്ചർ, നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റാലിക് സ്ട്രക്ചർ മോർ ആനോഡിക് ആയിട്ടുള്ള ഒരു മെറ്റലുമായിട്ട് കണക്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഈ കണക്ട് ചെയ്തിരിക്കുന്ന ആനോഡിക് മെറ്റലിനായിരിക്കും കൊറോഷൻ സംഭവിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ അയൺ ആണ് എടുക്കുന്നതെങ്കിൽ അയണിന് കൊറോഷൻ സംഭവിക്കാതിരിക്കാൻ അയണിനേക്കാളും കൊറോഷൻ ടെൻഡൻസി കൂടിയ ഒരു മെറ്റലുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ സീരീസിൽ അയണിനേക്കാളും മുകളിലുള്ള ഏതെങ്കിലും മെറ്റൽസ് അലുമിനിയോ സിങ്കോ ഒക്കെ വെച്ച് കണക്ട് ചെയ്യുകയാണ് എന്ത് സംഭവിക്കും? ഇപ്പം നമ്മൾ കണക്ട് ചെയ്ത മെറ്റൽ ആനോഡായി, നമ്മുടെ അയൺ കാഥോഡായി. അപ്പോൾ ഇനി കൊറോഷൻ മുഴുവൻ ആർക്ക് സംഭവിക്കും? നമ്മളിപ്പോൾ എടുത്ത സിങ്കിന് സംഭവിക്കും. അപ്പോൾ നമ്മുടെ അയൺ ഈ ഒരു കൊറോഷനിൽ നിന്ന് ഫ്രീ ആയി. അതാണ് നമ്മൾ ചെയ്യുന്നത്. മെറ്റാലിക് സ്ട്രക്ചർ ഈസ് പ്രൊട്ടക്റ്റഡ് സാക്രിഫിഷ്യലി. എക്സാമ്പിൾ ഫോർ ആനോഡിക് മെറ്റൽസ് മഗ്നീഷ്യം, സിങ്ക്, അലുമിനിയം, അതിൻ്റെ അലോയ്സ് ഒക്കെ നമുക്ക് ഈ രീതിയിൽ ആനോഡിക് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാവുന്ന മെറ്റൽസ് ആണ്. അപ്പോൾ ഈ മെറ്റൽസിനെല്ലാം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എങ്ങനെയാണ്? കുറവാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞ ആൾക്കാർക്ക് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത്, അതായത് അവരെ ആനോഡായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ നമ്മുടെ അയൺ പോലുള്ള മെറ്റൽസിനെ കൊറോഷനിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി അയണിനേക്കാളും ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ കുറഞ്ഞ മെറ്റൽസുമായിട്ട് ഇവയെ കണക്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ കണക്ട് ചെയ്ത മെറ്റൽസിന് കൊറോഷൻ സംഭവിക്കും. അതായത് കണക്ട് ചെയ്ത മെറ്റൽസ് ആനോഡായിട്ട് പ്രവർത്തിക്കുക. അപ്പോൾ അവർ സാക്രിഫൈസ് ചെയ്ത് അവർക്കൊരു കൊറോഷൻ സംഭവിക്കുക ചെയ്യുന്നത് അല്ലേ? അതുകൊണ്ട് നമ്മൾ ഇതിനെ സാക്രിഫിഷ്യൽ ആനോഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നു. അയണിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സിങ്ക് അവിടെ ഒരു ത്യാഗം സഹിച്ച് സാക്രിഫൈസ് ചെയ്യാണ്. അങ്ങനെ സിങ്ക് ഒരു സാക്രിഫിഷ്യൽ ആനോഡായിട്ട് അവിടെ പ്രവർത്തിച്ചു. ഇത്തരത്തിൽ നമുക്ക് പല മെറ്റൽസും അതിനേക്കാളും റിഡക്ഷൻ പൊട്ടൻഷ്യൽ കുറഞ്ഞ മെറ്റൽസ് വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. സോ സാക്രിഫിഷ്യൽ ആനോഡ് സിസ്റ്റംസ് ആർ ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് മെറ്റൽ ഇൻ ഗാൽവാനിക് സീരീസ്. നമുക്കറിയാം ഗാൽവാനിക് സീരീസിൽ നമ്മൾ കൊറോഷൻ ടെൻഡൻസി അനുസരിച്ച് മെറ്റൽസിനെ അറേഞ്ച് ചെയ്യുന്നതാണ് നമ്മുടെ ഗാൽവാനിക് സീരീസ്. അപ്പോൾ അയണിനൊക്കെ മേളിൽ കൊറോഷൻ ടെൻഡൻസി കൂടിയ മെറ്റൽസ് ഉണ്ട്. അവയ്ക്ക് കൂടുതൽ കൊറോഷനുള്ള ആ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള മെറ്റൽസിനെ സാക്രിഫിഷ്യൽ ആനോഡായിട്ട് നമ്മൾ സെലക്ട് ചെയ്യും. സോ ഇത് ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷനേക്കാളും കുറച്ചും കൂടി റിലയബിൾ ആണ്. കാരണം പവർ സപ്ലൈ ഒന്നും നമുക്ക് വേണ്ട, ലെസർ ക്വാണ്ടിറ്റി ഓഫ് കമ്പോണന്റ് ഡിസ്ട്രോയിഡ് ആവുള്ളൂ. അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് സാക്രിഫിഷ്യൽ ആനോഡ് പ്രൊട്ടക്ഷൻ നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അഡ്വാൻറ്റേജസ് എക്സ്റ്റേണൽ പവർ ഒന്നും വേണ്ട, ഇൻസ്റ്റാൾ ചെയ്യാൻ ഈസിയാണ്, ഇൻഎക്സ്പെൻസീവ് ആണ്. ഇപ്പോൾ നമ്മൾ ആനോഡായിട്ട് യൂസ് ചെയ്യുന്ന എപ്പോഴും കുറച്ച് എക്സ്പെൻസീവ് അല്ലാത്ത മെറ്റൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല. അത് കൊറോഷൻ വന്ന് കുറച്ച് നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രശ്നമില്ല. നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റൽ എപ്പോഴും സേഫ് ആയിരിക്കും. ദെൻ മിനിമം മെയിൻ്റെനൻസ് റിക്വയർഡ് ആപ്ലിക്കേഷൻസ് ബറീഡ് പൈപ്പ് ലൈൻസ്, അണ്ടർഗ്രൗണ്ട് കേബിൾസ്, മറൈൻ സ്ട്രക്ചർ, ഷിപ്പ് ബോഡി, ഓപ്പൺ വാട്ടർ ടാങ്ക് കൂളേഴ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ മറ്റൊരു മെറ്റൽ എടുക്കുന്നു, ആ മെറ്റലിന് കൊറോഷൻ സംഭവിക്കുന്നു, ആ മെറ്റൽ ആനോഡായിട്ട് പ്രവർത്തിക്കുന്നു, നമ്മുടെ മെറ്റൽ സേഫ് ആയിട്ടിരിക്കുന്നു. അടുത്തത്
ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻ. ഇതും ഒരു കാഥോഡിക് പ്രൊട്ടക്ഷൻ മെത്തേഡ് തന്നെയാണ്. ഇംപ്രസ്ഡ് കറണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ടു ന്യൂട്രലൈസ് കൊറോഷൻ കറണ്ട് ആൻഡ് കൺവേർട്ട് ദ കൊറോഡിംഗ് മെറ്റൽ ഫ്രം ആനോഡ് ടു കാഥോഡ്. അപ്പോൾ നമ്മൾ അയൺ എടുക്കുന്നു, നമ്മുടെ അയണിനെ പ്രൊട്ടക്ട് ചെയ്യണം. അപ്പോൾ അയൺ ആനോഡായിട്ട് പ്രവർത്തിച്ചാൽ ആനോഡിൽ നിന്ന് കാഥോഡിലേക്ക് ഇലക്ട്രോൺസിന്റെ ഫ്ലോ ഉണ്ടാവും, കറണ്ട് ഫ്ലോ ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യാണ്, ഇതിനെ ഒരു ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്നു. എന്നിട്ട് ഒരു കാഥോഡും നമ്മൾ സെറ്റ് ചെയ്യുന്നു, മറ്റൊരു ഇലക്ട്രോഡ് കൂടി സെറ്റ് ചെയ്യുന്നു. ഇപ്പം എന്താ സംഭവിക്കുക, ഇലക്ട്രോൺസിന്റെ ഫ്ലോ തടയാൻ വേണ്ടി നമ്മൾ ഈ ഒരു പവർ സപ്ലൈ, ഈ ഇലക്ട്രോൺ ഫ്ലോ കൊണ്ടുണ്ടാകുന്ന കറണ്ടിനേക്കാളും കൂടിയ കറണ്ട് നമ്മൾ ഈ പവർ സപ്ലൈ വഴി കൊടുക്കുകയാണ്. അപ്പൊ എന്ത് സംഭവിക്കും, ഫോഴ്സ്ഫുള്ളി നമ്മുടെ ആനോഡിനെ കാഥോഡാക്കി മാറ്റും. ഓക്കെ, ആനോഡ് ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ഇലക്ട്രിസിറ്റി ഫ്ലോ റിവേഴ്സ് ചെയ്യുമ്പോൾ നമ്മുടെ ആനോഡ് കാഥോഡായിട്ട് മാറുന്നു. അതായത് ഇംപ്രസ്ഡ് കറണ്ട് ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ആനോഡിനെ പ്രൊട്ടക്ട് ചെയ്യാണ് ചെയ്യുന്നത്. യൂഷ്വലി ഇംപ്രസ്ഡ് കറണ്ട് ഈസ് ഡിറൈവ്ഡ് ഫ്രം എ ബാറ്ററി ഓർ DC സോഴ്സ് വിത്ത് ആൻ ഇൻസോലുബിൾ ആനോഡ് ലൈക്ക് ഗ്രാഫൈറ്റ് ഓർ സിലിക്ക. ഇൻസോലുബിൾ ആയിട്ടുള്ള ആനോഡ്, ഗ്രാഫൈറ്റ്, സിലിക്കയൊക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് കണ്ടോ, പവർ സപ്ലൈ ഉണ്ട്, കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്. അപ്പോൾ യൂഷ്വലി എന്താ സംഭവിക്കുന്നത്, ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഈ ഒരു ഫ്ലോ തടയാൻ വേണ്ടി നമ്മൾ എക്സ്ട്രാ പവർ സപ്ലൈ കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ആനോഡ് കാഥോഡായിട്ട് മാറും. അപ്പോൾ നമുക്കിപ്പോൾ ഗ്രാഫൈറ്റ് പോലുള്ള ഏതെങ്കിലുമൊക്കെ സബ്സ്റ്റൻസ് ആണ് യൂസ് ചെയ്യുന്നത്, ഗ്രാഫൈറ്റ്, സിലിക്കയൊക്കെയാണ് നമ്മൾ ഈ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റലിനോട് കണക്ട് ചെയ്തെടുക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് സംഭവിക്കും, അവർ ആനോഡായിട്ട് പ്രവർത്തിക്കും, നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റൽ കാഥോഡാവും. അപ്പോൾ പിന്നെ ഈ എന്താണ് ഡിസ്ട്രക്ഷൻ അല്ലെ കൊറോഷൻ ഒക്കെ സംഭവിക്കുന്നത് നമ്മുടെ കണക്ട് ചെയ്തിരിക്കുന്ന ആ ഒരു ഇലക്ട്രോഡിനായിരിക്കും. അപ്പോൾ നമ്മൾ അയൺ പോലെ പ്രൊട്ടക്ട് ചെയ്യേണ്ട മെറ്റൽ ഉണ്ട്, പവർ സപ്ലൈ ഉണ്ട്, ദെൻ ഗ്രാഫൈറ്റ്, സിലിക്ക പോലുള്ള ഏതെങ്കിലും ഒരു മെറ്റൽ കൂടി എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ആനോഡ് കൂടി എടുക്കുന്നു. ദെൻ ഇലക്ട്രോൺസിന്റെ ഫ്ലോ ആനോഡിൽ നിന്ന് കാഥോഡിലേക്കാണ് മെയിൻലി നടക്കുന്നത്. ഇനി നമ്മൾ പവർ സപ്ലൈ ഉപയോഗിച്ച് ഫോഴ്സ്ഫുള്ളി നമ്മൾ ഈ ഒരു ആനോഡിനെ കാഥോഡാക്കി മാറ്റുന്നു. ഇപ്പൊ നമ്മുടെ അയൺ കാഥോഡായിട്ട് മാറി. അപ്പോൾ ഇനി ഇലക്ട്രോൺസ് ഫ്ലോ ചെയ്യുന്നത് കാഥോഡിലേക്കായിരിക്കും. അപ്പൊ നമ്മുടെ അയണിനെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യേണ്ട അയൺ എപ്പോഴും സേഫ് ആയിട്ട് നിൽക്കും. അപ്പൊ ഈ രീതിയിലാണ് ഇംപ്രസ്ഡ് കറണ്ട് കാഥോഡിക് പ്രൊട്ടക്ഷൻ. അപ്പൊ ഇവിടെ എന്താ ഒരു എക്സ്റ്റേണൽ പവർ സോഴ്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ യൂഷ്വലി ഉള്ള ആ ഒരു കൊറോഷൻ കറണ്ടിനെ ന്യൂട്രലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ ആനോഡ് കാഥോഡായിട്ട് മാറുന്നു. ആ രീതിയിൽ നമുക്ക് നമ്മുടെ ആനോഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. So this is impressed current cathodic protection. Applications open water box, coolers, concrete buildings ഒക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ കാഥോഡിക് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കൊറോഷനിൽ നിന്ന് നമ്മുടെ മെറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള മെത്തേഡാണ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. രണ്ട് രീതിയിലുണ്ട്, സാക്രിഫിഷ്യൽ ആനോഡിക് പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രസ്ഡ് കറന്റ് കാഥോഡിക് പ്രൊട്ടക്ഷൻ. അപ്പോൾ കാഥോഡിക് പ്രൊട്ടക്ഷനിൽ എന്താണ് ചെയ്യുന്നത്, നമ്മൾ നമ്മുടെ ഡിസ്ട്രക്ഷൻ സംഭവിക്കുന്ന അല്ലെ കൊറോഷൻ സംഭവിക്കാൻ സാധ്യതയുള്ള നമ്മുടെ മെറ്റല് ആനോഡായിട്ട് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് കൊറോഷൻ സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ നമ്മൾ കാഥോഡാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് സാക്രിഫിഷ്യൽ ആനോഡ് പ്രൊട്ടക്ഷൻ ഉണ്ട്, ഇംപ്രസ്ഡ് കറന്റ് കാഥോഡിക് പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ആനോഡ് മറ്റൊരു ആനോഡിനെ എടുത്തിട്ട് അതിനെ സാക്രിഫൈസ് ചെയ്ത് അതിനെ കൊറോഷന് വിധേയമാക്കും. അപ്പൊ നമ്മുടെ മെറ്റല് കാഥോഡായിട്ട് പ്രവർത്തിക്കും. അപ്പൊ നമ്മുടെ മെറ്റലിന് കൊറോഷൻ സംഭവിക്കില്ല. അല്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ പവർ സോഴ്സ് കൊടുത്തിട്ട് കൊറോഷൻ കറണ്ടിനേക്കാളും കൂടിയ ഒരു പവർ സോഴ്സ് കൊടുത്ത് കൊറോഷൻ കറണ്ടിനെ ന്യൂട്രലൈസ് ചെയ്യും. എന്നിട്ട് നമ്മുടെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഇലക്ട്രോഡിനെ അല്ലെങ്കിൽ മെറ്റലിനെ കാഥോഡായിട്ട് മാറ്റും. ഈ രണ്ട് രീതിയിൽ നമുക്ക് കാഥോഡിക് പ്രൊട്ടക്ഷൻ നടത്തി കൊറോഷൻ ഓഫ് മെറ്റൽസ് പ്രിവെന്റ് ചെയ്യാൻ പറ്റും.